ഇത് കണ്ടിട്ട് കൊതിയാവുന്ന എനിക്ക്. ഏത്? അല്ല നിങ്ങൾക്ക് ബോറടിക്കുമ്പോ തീറ്റില്ലാതെ വേറെ ഒന്നും അറിഞ്ഞൂടെ അണ്ണാ? അളിയ തിന്നുന്ന അത്ര എന്റർടൈൻമെന്റ് വേറെ ഒന്നിനും കിട്ടൂല. അതൊരു സത്യമുള്ള കാര്യം. അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ, അത് കണ്ടപ്പോഴേ തോന്നി. ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ചട്നി മാമിൽ പോയ വിശേഷങ്ങളുമായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു മീൻമുട്ടി അവിടെ വാട്ടർഫോൾ ഒക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ നേരെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചട്നി മാമിയിലാണ്. പുറത്തുനിന്നുള്ള വ്യൂ നോക്കുമ്പോൾ നമുക്കൊരു റിസോർട്ടിലാണോ വന്നിരിക്കുന്നത് എന്ന് തോന്നും. വെറുതെ ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല, പല ആക്ടിവിറ്റീസുകളും ഇവിടെയുണ്ട്. ആ നിൽക്കുന്ന ചുമന്ന സാരി എടുത്ത ആന്റിയാണ് അവിടുത്തെ ചട്നി മാമി. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ ഈ ഒരു മണിയടി ശബ്ദമാണ്. അത് നിങ്ങൾക്ക് അകത്തോട്ട് വരുമ്പോൾ മനസ്സിലാവും എന്താണ് ആ മണിയടി ശബ്ദത്തിന്റെ പ്രത്യേകത. ആ ചുമന്ന സാരി എടുത്ത സുന്ദരിക്കുട്ടിയെ ചട്നി മാമിയെ കാണാൻ ഞങ്ങൾ പോയി പരിചയപ്പെടാനായിട്ട്. പക്ഷെ അതിന് കഴിഞ്ഞില്ല, കാരണം ഞങ്ങൾ അന്ന് പോയ ദിവസം വളരെ തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. ആദ്യം അവിടെ പേര് എഴുതിയതിനു ശേഷം നമ്മൾ എത്ര പേരുണ്ട് അതൊക്കെ നോട്ട് ചെയ്തിട്ടാണ് അവർ പിന്നെ അകത്തേക്ക് നമ്മളെ വിളിക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ അകത്ത് കയറിയത്. നമ്മൾ ആകെ 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ കുറെ പേരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നതായിട്ട് കണ്ടു. ഒരുപാട് പേരുടെ ടേബിളിൽ നമുക്ക് ശ്രദ്ധേയമായത്, അതുപോലെ നമ്മളിവിടെ വരാൻ കാരണവും മറ്റൊന്നുമല്ല, നമ്മുടെ ബാഹുബലി ദോശയാണ്. നമ്മൾ വന്നിരുന്ന ഉടനെ തന്നെ നമുക്ക് മെനു കൊണ്ടു തന്നു. ഏതൊരു ഹോട്ടലിലും മെനു എല്ലാം നോക്കി ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യുന്ന ഞങ്ങൾ അവിടെ ചെന്ന് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യാൻ പറ്റില്ല, കാരണം അത് വെജിറ്റേറിയൻ ആണ്. സോ നമ്മൾ ബാഹുബലി തന്നെയാണ് അവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത്. ബാഹുബലിയും 5 സ്പെഷ്യൽ ചട്നി മാമി ടീയും. വളരെ നീറ്റ് ആയിട്ടും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നത്. ഒരു ടേബിളിന് അതിൻ്റെതായ നമ്പേഴ്സ് ഉണ്ട്, അത് നോക്കേണ്ട ഇത്ര ആൾക്കാരെന്നുണ്ട്. അവിടെ സെർവ് ചെയ്യാനും അവിടെ കൊണ്ടുവരുന്നതിനും എല്ലാത്തിനും ആൾക്കാരുണ്ട്. അങ്ങനെ ബാഹുബലി ഓർഡർ ചെയ്ത് നമ്മൾ നേരെ കാത്തിരിക്കുന്നത് അവിടുത്തെ സ്പെഷ്യൽ ടീക്ക് വേണ്ടിയിട്ടാണ്. അത് നോക്കൂ, എത്തിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ സ്പെഷ്യൽ ചട്നി മാമി ചായ. അങ്ങനെ സ്പെഷ്യൽ ചായയൊക്കെ കുടിച്ച് നമ്മൾ കണ്ണു നട്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ സ്പെഷ്യൽ ബാഹുബലി ദോശയ്ക്ക് വേണ്ടിയിട്ട്. ബാഹുബലി ദോശയ്ക്ക് ഏകദേശം ഒരു 40 മിനിറ്റ് എങ്കിലും എടുക്കും നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്താൽ വരാനായിട്ട്. അങ്ങനെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ ബാഹുബലി ദോശ. ഈ ദോശ വരുമ്പോൾ മാത്രമാണ് ഈ ഒരു മണിയടി ശബ്ദവും അവിടെ ഒരു ബാഹുബലിയുടെ ആ ഒരു സോങ്ങും കൂടെ വരുന്നത്. ബാഹുബലി ദോശ വന്നപ്പോൾ എല്ലാവരും വീഡിയോ ഫോട്ടോ എടുക്കുന്ന തിരക്കിലായി പോയി. നമ്മളെ മാത്രം എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഞാൻ ഒറ്റയ്ക്കായപ്പോൾ എനിക്ക് ചെറിയ നാണമൊക്കെ വന്നു. ആ നാണത്തിന്റെ ഇടയിൽ ഞാൻ നോക്കി നിന്നത് ഒരു 10-12 കറികൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ബാഹുബലിയുടെ ദോശയുടെ വലിപ്പം എന്ന് പറയുന്നത് 2-3 മസാല ദോശ ചേർന്നാൽ എത്ര വലിപ്പം ഉണ്ടായിരിക്കും, ആ ഒരു വലിപ്പമുണ്ട്. അതായത് ഒരു ടേബിളിന്റെ അത്ര നീളമുണ്ട്. അതുപോലെ അതിന്റെ കൂടെ തന്നെ പല വിധത്തിലുള്ള ചമ്മന്തി, ഉഴുന്നുവട, കേസരി, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എപ്പോഴത്തെയും പോലെ മധുരം ഇഷ്ടപ്പെടുന്ന ഞാൻ ആദ്യം എടുത്തത് കേസരി തന്നെയായിരുന്നു. വളരെ നല്ല ടേസ്റ്റോട് കൂടിയ നല്ല ഒരു കേസരി. അങ്ങനെ സാൻഡ്വിച്ചിനും ഒന്ന് ടേസ്റ്റ് ചെയ്യാന്ന് കരുതി. എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, കാരണം മധുരം അത് എന്റെ മാത്രം ഒരു വീക്ക്നെസ് ആണ്. പിന്നെ ഭർത്താവായി പോയില്ലേ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അതെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടുത്തെ കാഴ്ചകൾ കണ്ടത്. കുറെ മുളകൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന രീതിയിലാണ് അവിടെ മോഡലിംഗ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ആ മനോഹരമായ കാഴ്ച കാണുന്നത്. നമ്മൾ വൈകുന്നേരം വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ചട്നിമാമിയുടെ സ്പോട്ടേ ആയിരുന്നില്ല. രാത്രി വളരെയധികം മനോഹരമായിരുന്നു. ഫുൾ കളർ ലൈറ്റും അതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളച്ചാട്ടം പോലെയൊക്കെ. അതിന്റെ നടുവിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്താണ് എന്ന് തോന്നിപ്പോകും. അങ്ങനെ ഇവിടെ ഞാൻ നടത്തിയ കുറച്ച് ഷോസും കാര്യങ്ങളും ഫോട്ടോസ് എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തതിനു ശേഷം സരിത മാമി, ഷൈൻ മാമൻ, അച്ചാച്ചൻ, അമ്മാമ ഇവർക്കെല്ലാവർക്കും ചട്നി മാമിയിലേക്ക് വരാൻ ഒരു മോഹം. പിന്നെ ഒന്നും നോക്കിയില്ല, അന്നത്തെ പോലെ മീൻമുട്ടിയിൽ പോയതിനു ശേഷം നേരെ ഫുഡ് കഴിക്കാൻ നമ്മൾ എത്തിയത് നമ്മുടെ സ്വന്തം ചട്നി മാമിയിലേക്കാണ്. അങ്ങനെ ചട്നി മാമി നമ്മുടെ ഫാമിലി സ്പോട്ടായി മാറി. അങ്ങനെ കിട്ടിയ സമയത്ത് നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കുകയാണ്. ഒരേ കളർ ഡ്രസ്സിൽ ട്വിന്നിങ് ആയിട്ടാണ് നമ്മുടെ യങ് കപ്പിൾസ് അച്ചാച്ചനും അമ്മാമയും അവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു മണി അടിക്കുക എന്നുള്ളതാണ്. ഇത്തവണ വന്നപ്പോൾ അനന്തുവിനായിരുന്നു ആ ഒരു ടാസ്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവൻ എന്തായാലും മണി അടിച്ചിട്ട് തന്നെയാണ് അകത്ത് കയറിയത്. ഹാപ്പി മീൽ ഹാപ്പി ഫീൽ, ഇഫ് യു എൻജോയ്ഡ് യുവർ മീൽ റിംഗ് ദ ബെൽ. ഇതാണ് അവരുടെ മോട്ടോ. അതിനുശേഷം വേണം ആ ഒരു മണി അടിക്കാൻ. ആ മണി അടിച്ചതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ചട്നിമാമിക്കുള്ളിലാണ്. ആദ്യം നമ്മൾ ഇവിടെ പേര് എഴുതിയിടണം എന്നത്തെയും പോലെ. ആദ്യത്തെ ദിവസം ചട്നിമാമിയിൽ പോയപ്പോൾ നമുക്ക് കാണാനേ പറ്റുള്ളൂ, പക്ഷെ ചട്നിമാമിയോട് മിണ്ടാനും സംസാരിക്കാനും ഒന്നും പറ്റിയിരുന്നില്ല. ആ പരിഭവവും പിണക്കവും എല്ലാം മാറ്റി നമ്മൾ 2ാം തവണ പോയപ്പോൾ ഒരുപാട് വീഡിയോസും ഫോട്ടോസും എല്ലാം നമ്മൾ ചട്നിമാമിയുടെ ഒപ്പം എടുത്തു. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ചട്നിമാമിയുടെ ഒപ്പം ഫോട്ടോസും വീഡിയോസും എടുത്തതിന് ശേഷം നമ്മൾ 10 പേർക്കുള്ള സീറ്റ് ബുക്ക് ചെയ്തു. അതെല്ലാം റെഡിയാക്കിയതിനു ശേഷമാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. ആദ്യ തവണ പോയപ്പോൾ നമ്മൾ 5 പേരായിരുന്നു. 2ാമത്തെ വട്ടം നമ്മൾ പോയപ്പോൾ 10 പേരുമായിട്ടാണ് നമ്മൾ പോയത്. ശരിക്കും പറഞ്ഞാൽ അവിടെ മണിയടി ശബ്ദത്തോടും ഈ ഒരു ബാഹുബലി സോങ്ങോടുകൂടി നമ്മുടെ ബാഹുബലി ദോശ വരുമ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് ടൈം ഒരു ചിരിയാണ് വരുന്നത്.
ആ ഒരു ടൈമിൽ ഇത് വെക്കുന്ന ടേബിളുകാർ ഭയങ്കര ഒരു അഭിമാനത്തോടെയൊക്കെയാണ് ഇരിക്കുന്നത്. എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നു, നമ്മൾ എന്തോ വലിയ സംഭവമൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നും. അങ്ങനെ നമ്മൾ കാത്തിരുന്ന നമ്മുടെ ബാഹുബലി ദോശ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ 10 പേരായതുകൊണ്ട് ഇത്തവണ നമ്മൾ 2 ബാഹുബലി ദോശയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ബാഹുബലി ദോശ എത്തിയിരിക്കുകയാണ്, മണിയടി ശബ്ദത്തോടും അതുപോലെ നമ്മുടെ ബാഹുബലി സോങ്ങോട് കൂടി. പതിവ് പോലെ അവിടുത്തെ സ്പെഷ്യൽ ചട്നി മാമി ചായ കുടിക്കാനും ഞങ്ങൾ മറന്നില്ല. ഞങ്ങൾക്കിത് 2ാമത്തെ അനുഭവമായിരുന്നു. എന്നാൽ അച്ചാച്ചനും സരിത മാമി, ഷൈൻ മാമ അവർക്ക് എല്ലാവർക്കും ഇതൊരു ആദ്യത്തെ അനുഭവമായിരുന്നു. അങ്ങനെ എപ്പോഴത്തെയും പോലെ ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ പൂരി മസാല കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂരി മസാല കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ 2ാമത്തെ ബാഹുബലി ദോശ വന്നത്. അതിനോടകം തന്നെ ആദ്യത്തെ ബാഹുബലി ദോശ ഏകദേശം പകുതിയോളമായി. അങ്ങനെ അതിവിദഗ്ധമായി എൻ്റെ അമ്മായിയുടെ തലയുടെ മണ്ടയിൽ കൂടെയൊക്കെ നമ്മുടെ ബാഹുബലിനെ അവിടെ കിടത്തിയിരിക്കുകയാണ്. നമ്മുടെ ബാഹുബലി ദോശയെ അവിടെ കിടത്തുകയാണ്. പതിവ് പോലെ അവിടെ ഒരു 10-12 കറികൾ ഉണ്ടായിരുന്നു. അതായത് കൂടുതൽ ചമ്മന്തി, അതായത് ചട്നിയാണ് അവിടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത്. കാരണം അതുകൊണ്ടാണ് അവിടെ ചട്നി മാമി എന്നൊരു പേര് തന്നെ വന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എൻ്റെ മാത്രം വിശ്വാസമാണ്, ശരിക്കുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഒരു 2-3 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വലിപ്പം ഉണ്ടെങ്കിലും നമ്മൾ 5 പേരാണ് ഈ ഒരു ബാഹുബലി ദോശ കഴിച്ചു തീർത്തത്. അങ്ങനെ ആസ്വദിച്ച് നമ്മുടെ പൂരി മസാല, ബാഹുബലി ദോശ എല്ലാം കഴിച്ചു തീർന്ന ശേഷം നമ്മൾ ബില്ലടിക്കാൻ പോവുകയാണ്. ആരെടാ അത് വീഡിയോ എടുക്കുന്ന എന്ന രീതിയിലുള്ള നോട്ടമായിരുന്നു ആ കുട്ടി നോക്കിയത്. ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആരായാലും അങ്ങനെ ഒന്ന് നോക്കിപ്പോകും. അങ്ങനെ കിട്ടിയ ഗ്യാപ്പിൽ ഞങ്ങൾ കുറച്ചു വീഡിയോസും ഫോട്ടോസും ചട്നി മാമിയുടെ ആ ഒരു സ്ഥലത്ത് വെച്ച് എടുത്തു. ഈ ഒരു ചട്നി മാമി എഴുതിയിരിക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ ഒത്തിരി പേര് അവിടെ തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയ ടൈമിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് എടുത്തത്. അങ്ങനെ അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ രാത്രി കാഴ്ചകൾ കാണാനാണ്. ചട്നി മാമിയിലെ രാത്രി കാഴ്ചകൾ അത് വളരെ മനോഹരമാണ്. നമ്മുടെ വാട്ടർ ഫൗണ്ടെയിനും അതുപോലെയുള്ള അവിടെ കുഞ്ഞു കുഞ്ഞു മരങ്ങളും കാഴ്ചകളും ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയ ദിവസം അവിടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ഫംഗ്ഷൻസ് കാര്യങ്ങളും അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീസെന്റ് അവിടെ ഒരു പാർട്ടി ഹാളും ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞും അതുപോലെ വലിയ രീതിയിലുള്ള പാർട്ടികളും അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അവരെ ബന്ധപ്പെടുക. അങ്ങനെ ഈ കാഴ്ച കാണുന്നവർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ കൂടുതലും ഫുഡ് കഴിക്കാനല്ല ആൾക്കാർ വരുന്നത്, അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്യാനും കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാനും വേണ്ടിയിട്ടാണ്. ഇവിടെ ശരിക്കും അതൊരു റെസ്റ്റോറന്റ് പോലെ ഒന്നുമല്ല, ഇത് ഒരു റിസോർട്ട് പോലെ തന്നെയാണ് അവര് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരു വശം ഫുള്ള് ടേബിൾ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു ട്രഡീഷണൽ ലുക്കായിട്ടും മറുവശത്ത് പച്ച പരവതാനി വിരിച്ച് അതിൽ കുറച്ച് ചെയറും ടേബിളും ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു രീതിയിലാണ്. ഈ ഒരു ഭാഗം നമ്മൾ വന്ന് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് ഒരു മരത്തിനെ തന്നെ അവർ വെട്ടി ഒരു ടേബിൾ ആക്കി വെച്ചിരിക്കുന്നു. അത് സെയിം അതേ ആകൃതിയിൽ കുറച്ച് പോളിഷ് ഒക്കെ ചെയ്ത് അതിൽ കുറച്ച് പെയിന്റ് ഒക്കെ അടിച്ച് 2 കാലൊക്കെ വെച്ച് ഒരു ടേബിൾ. അതായത് ഒരു ട്രഡീഷണൽ ആൻഡ് മോഡേൺ ലുക്ക് അവർ 2 രീതിയിലും പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ വളരെ നല്ല രീതിയിൽ മനോഹരമായിട്ടുണ്ട്. അങ്ങനെ ചട്നി മാമിയിലെ രാത്രി കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ വിട പറയുകയാണ്. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.